നമസ്കാരം പ്രിയമുള്ളവരെ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കിളിമാനൂരിലെ ആരോഗ്യ മേഖലയ്ക്ക് ഒട്ടും തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വത്തെയാണ്. മറ്റാരുമല്ല, പപ്പൻ എന്ന് വിളിപ്പേരുള്ള നമ്മുടെ ഉല്ലാസിനെയാണ്. കിളിമാനൂരിലെ റോഡുകളിലൂടെ സൈറൻ മുറക്കി ചീറിപ്പായുന്ന ആംബുലൻസുകളെ നമ്മൾ യഥേഷ്ടം കാണാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ആംബുലൻസ് ഡ്രൈവർ എങ്ങനെ ആകണം എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഉല്ലാസ്. പലരും അറപ്പോടെ മടിച്ചു നിൽക്കുമ്പോൾ ഒരു മടിയും കൂടാതെ ചിന്നിച്ചെതിറിയ ശരീരഭാഗങ്ങളും കാലപ്പഴക്കം ചെന്ന ഹ്യൂമൻ ബോഡീസും തന്റെ ആംബുലൻസ് കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഇദ്ദേഹത്തിന്റെ ഒരു എഫേർട്ട് പറയാതിരിക്കാൻ വയ്യ. ഉല്ലാസിന് ലാംബൽ മാമൻ ചാനലിലേക്ക് നമസ്കാരം. നമസ്കാരം. എന്താണ് ഈ ഒരു ആംബുലൻസ് ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള പ്രചോദനം? കുട്ടിക്കാലം മുതൽ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം പിന്നെ ഈ ആംബുലൻസിനോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തി ഇതെല്ലാം കൂടെയൊക്കെ വെച്ചാണ് ഈ ഫീൽഡിലോട്ട് വരാനുള്ളത്. പല പല അനുഭവങ്ങൾ കാണുമല്ലോ താങ്കളുടെ ഈ ആംബുലൻസ് ജീവിതത്തിൽ. പലരും മടിയോടെ നിൽക്കുമ്പോൾ താങ്കൾ ഒരു മടിയും കൂടാതെ ചെന്ന് താങ്കളുടെ ദൗത്യം നിറവേറ്റാറുണ്ട്. ചില അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും. അത് അനുഭവങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. ഈ 10 വർഷക്കാലത്തിനിടയ്ക്ക് വെച്ച് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവസാനം എടുത്ത കാര്യം തന്നെ പറയാം. അവിടുത്തെ വാർഡ് മെമ്പർ, നഗരൂരാണ് സംഭവം, നഗരൂരത്തെ വാർഡ് മെമ്പർ വിളിച്ച് ഒരു സൂയിസൈഡ് കേസ് ഹാങ്ങിങ് ഉണ്ട് എന്ന് വെച്ച് വിളിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്ക് 7 ദിവസത്തോളം പഴക്കമുള്ള ഒരു ബോഡിയായിരുന്നു. 7 ദിവസത്തോളം പഴക്കമുള്ള ഒരു ബോഡിയായിരുന്നു. ആ ഒരു ദുർഗന്ധം അടുത്തുള്ളവർ പോലും അടുക്കാത്തൊരവസ്ഥയായിരുന്നു. അന്ന് ഒരു പോലീസ് ഉണ്ടായിരുന്നു. പോലീസ് ഇൻക്വസ്റ്റിന് വേണ്ടി ഞാനും കൂടെയാണ് നിന്ന് നമ്മളുടെ ഈ ബോഡി അടിച്ചടക്കാനും വേറെ പുറത്തൊന്നും ആരും വരാനോ സഹായിക്കാനോ ഇല്ലായിരുന്നു. നിന്ന് ഈ ഒരു ബോഡി അടിച്ചടക്കി അവിടെ വെച്ച് പോലീസ് ഇൻക്വസ്റ്റ് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും പോസ്റ്റ്മോർട്ടം ചെയ്ത് തിരികെ കൊണ്ടുവരികയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ അവസാനമായിട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെയാണ് ഇടയ്ക്ക് ഞാൻ മെഡിക്കൽ കോളേജ് ഓട്ടം രാവിലെ പോയി തിരിച്ചു വരുന്നപ്പം ഈ ഭാവനപുരം എന്ന് പറഞ്ഞ സ്ഥലം വെഞ്ഞാറമൂട് സ്റ്റേഷൻ അതിർത്തിയാണ്. അവിടെ നല്ല ബ്ലോക്ക്. ബൈക്കിൽ വന്നൊരു പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ഒരു ആക്സിഡൻ്റ് ആണ് എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ ബ്ലോക്കിൽ നിന്ന് ആക്സിഡൻ്റ് എന്ന സ്ഥലത്ത് ചെന്നപ്പം ഒരു ഈ പാറ കൊണ്ടുവന്ന ടിപ്പറിനടിയിലൊരു ബൈക്ക് യാത്രക്കാരന് അകപ്പെട്ടു. ആ ഒരു ഇതായിരുന്നു. പോലീസ് ഓൾറെഡി ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്. ആംബുലൻസ് ഓൺ ദ വേ ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ നിന്ന് പോലീസ് ചോദിച്ചു കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. എടുക്കാമെന്ന് പറഞ്ഞു. ആ കേസ് ഞാനാണ് അന്ന് എടുത്തത്. എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരഭാഗങ്ങൾ പല പീസായി കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതും നമുക്കിത് ആളുകളെ കുറ്റം പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും അത് കാണുമ്പം ചിലപ്പം ദേഹ തളർച്ചയും കാര്യമൊക്കെ വരും. അന്ന് ഞാനാണ് എടുത്തതും കൊണ്ടുപോയത് കണക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തു. എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സഹകരണമാണ്. നമ്മൾ വണ്ടി ഓടുന്നെന്ന് പറയുമ്പോഴത്തേക്കും ഈ കിളിമാനൂർ നഗരൂർ സ്റ്റേഷൻ സർക്കിളിനകത്താണ് നമ്മൾ വണ്ടി ഓടും. ഇതണക്കത്തെ കേസുകൾ ഒരുപാട് വരുന്നുണ്ട്. ഒരു ജീവനും കൊണ്ട് പായുമ്പോൾ ലക്ഷ്യത്തിലെത്താൻ താങ്കളുടെ വ്യഗ്രത എത്രത്തോളമാണ്? റോഡിലെ ചില അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? റോഡിലെ അനുഭവങ്ങളെന്ന് പറയുമ്പം ഓരോ ജീവനും ഓരോ സെക്കൻഡിൻ്റെ വിലയാണ്. പിന്നെയുള്ള നമ്മൾ ഈ ഒരു കേസെടുത്ത് കൊണ്ടുപോകുമ്പം നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്കന്മാരെ കൊണ്ടാണ്. ബൈക്കിൽ വരുന്ന ഫ്രീക്കന്മാരെ കൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. ഒരു ഓവർ സ്പീഡ് ആംബുലൻസിന് ഓവർടേക്ക് ചെയ്യും, ആ ഒരവസ്ഥയാണ്. പിന്നെ ചില കേസ് ഇപ്പോൾ ഈ അടുത്തിടെ തന്നെ ഞാനൊരു എമർജൻസി പോകുമ്പം എൽബോർഡ് ഒട്ടിച്ച ഒരു കാറ്, അത് സംഭവം വേറൊന്നും അല്ല, ഒരു ലേഡിയാണ് ഓടിച്ചിരുന്നത്, എൽബോർഡ് ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പം അവരെ എക്സ്പീരിയൻസ് കുറവും കൂടെ കൊണ്ടാണ് അത്. ഞാൻ വണ്ടിയും കൊണ്ട് പുറകെ ഇപ്പോൾ ഈ ഇത്രയും സ്പീഡിൽ നമ്മൾ പുറകെ വരുന്നു, ഈ സൈറൻ മുഴക്കി ഹോൺ അടിച്ച് വരുന്ന ഒരു പേടിച്ചു പോയി. വണ്ടി ഓഫായി, അവരെടുക്കാൻ ശ്രമിക്കുന്നു, ഓഫായി പോകുന്നു. നമുക്ക് അവരെ കുറ്റം പോകാൻ പറ്റത്തില്ല. ആ ഒരവസ്ഥയാണ്. ചെറിയ തിരക്കും കൂടെ ഉണ്ട് ബാക്കി ഇതായിട്ട്. അപ്പം ഞാൻ തന്നെ ഇറങ്ങി ചെന്നിട്ട് എനിക്ക് മനസ്സിലായി അവരെ പേടിച്ചു പോയതാണ്. ഞാൻ ഇറങ്ങി ചെന്നിട്ട് അല്ലടിയുടെ അടുത്ത് ചോദിച്ചു വണ്ടി ഞാൻ മാറ്റിയിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഒരു അപ്പോഴേ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ തന്നെ ചെന്ന് വണ്ടി മാറ്റിയിട്ട് കൊടുത്തിട്ടാണ് പിന്നെ ഈ കേസെടുത്തുള്ള പോകുന്നത്. ഇങ്ങനെയുള്ള കേസുകൾക്ക് നമുക്ക് വരാറുണ്ട്. കൊറോണ സമയത്ത് ചില പ്രത്യേക അംഗീകാരങ്ങളൊക്കെ കിട്ടിയെന്നറിഞ്ഞല്ലോ. കൊറോണ സമയത്തുണ്ടായ അനുഭവങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കാമോ? കൊറോണ സമയത്തെ അനുഭവങ്ങളെന്ന് പറയുമ്പം ആ കൊറോണ സമയം ഫുള്ള് നമ്മൾ DCC ക്യാമ്പിനകത്തായിരുന്നു. നമ്മളൊരു കേസെടുത്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ അടുത്ത പേഷ്യൻസിനെ വിളിക്കുകയാണ്. ആ രീതിക്കുള്ള എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഒരു 7-8 ലിറ്റർ വെള്ളമായിട്ട് വണ്ടി കയറി കഴിഞ്ഞ് PP കിറ്റിൻ്റെ അകത്താണ്. അതിൻ്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. എന്ന് വെച്ചാൽ അത് ഞാനെന്നല്ല, നമ്മൾ ഓരോ ആംബുലൻസ് ഡ്രൈവർ സഹോദരന്മാരും എല്ലാവർക്കും അനുഭവം ഉണ്ടായിരുന്നതാണ്.
അത് ആ PP കിറ്റ് ഇട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മളാകെ വിയർത്ത് ആ ഒരു അവസ്ഥയിലാണ്. നമുക്കൊരു കടയിൽ കയറി വെള്ളം മേടിക്കത്തില്ല, ഒരു വീട്ടിൽ ചെന്ന് വെള്ളം ചോദിക്കാൻ പറ്റത്തില്ല ഈ PP കിറ്റ് ഇട്ട് ഈ ഒരു അവസ്ഥയിൽ. നമ്മൾ കൊണ്ടുപോകുന്ന വെള്ളം കുടിച്ച് നിൽക്കും. പിന്നെ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോകുമ്പോൾ അടുത്ത കോൾ വന്ന് അത് പെൻഡിങ് ആയിട്ട് വെക്കുന്നത്, നമ്മൾ അതപ്പോഴേ പോയി ആ കേസ് എടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജിൽ കിടന്ന് മരണപ്പെട്ടവരുണ്ട്. ബോഡി എടുക്കാനായിട്ട് വീട്ടുകാരും ക്വാറന്റൈനിൽ ഇരിക്കുന്ന സമയമായിരിക്കും, അവർക്ക് വരാൻ പറ്റത്തില്ല. നമുക്ക് ഈ ബോഡി എടുത്ത് ശ്മശാനത്ത് കൊണ്ടുപോകണം. നമ്മൾ കൊണ്ടുപോകും, കൂടെ വാർഡ് മെമ്പർ കാണും, അല്ലെങ്കിൽ അതിനും പൊതുപ്രവർത്തകർ കാണും. ഒരു ഇത് വെച്ച് നമ്മൾ പോയി ബോഡി എടുത്ത് ശ്മശാനത്തേക്ക് കൊണ്ടുപോയി കാര്യങ്ങൾ ചെയ്തിരുന്നതിൻ്റെ ആ ഒരു അവസ്ഥയാണ്. പിന്നെ ആ സമയത്ത് തന്നെ അംഗീകാരങ്ങളെന്ന് വെച്ചാൽ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷനിൽ നിന്നായാലും കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന്, പിന്നെ പഴയ കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്ത്, അവിടെ നിന്നൊക്കെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. നല്ല സപ്പോർട്ടാണ് വാർഡ് മെമ്പർമാരുടെ ഭാഗത്തു നിന്നായാലും പോലീസുകാരുടെ ഭാഗത്തു നിന്നായാലും. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ച് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ OS അംബിക MLA മാഡം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് വിളിക്കാറുണ്ട്. ഞാൻ വിളിച്ച് മാഡത്തിൻ്റെ അടുത്തൊരു കാര്യം ഇതുപോലെ ഈ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരു എമർജൻസി കേസ് കൊണ്ടുപോകും, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാഡം ഉറപ്പായിട്ടും അത് ചെയ്തു തരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വിളിക്കുകയും സഹായങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അത് വാർഡ് മെമ്പർമാർ ബാക്കിയുള്ള എല്ലാം ഈ ഹോസ്പിറ്റലിൻ്റെ സഹായങ്ങളൊക്കെ മാഡം എനിക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഈ കേസിനായിട്ട് വിളിച്ച് ഉടൻ തന്നെ മെഡിക്കൽ കോളേജിൽ വിളിച്ചത് വേണ്ട കാര്യങ്ങൾ ചെയ്തതാണ്. വാർഡ് മെമ്പർമാരുടെ സഹായമെല്ലാം ഉറപ്പായിട്ടും വാർഡ് മെമ്പർമാരുടെ, പൊതുപ്രവർത്തകരായാലും പോലീസുകാരുടെ ഭാഗത്തു നിന്നായാലും. പിന്നെ നമ്മൾ ഓരോ കേസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പം ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെയാണ്. ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും നമ്മുടെ അടുത്ത് ആ ഒരു രീതിക്ക് ഉണ്ട്, നമുക്ക് ഒരു സപ്പോർട്ടുണ്ട് ഒരു സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്ന്. കിളിമാനിൽ നിന്ന് പാമ്പ് കടിയേറ്റാൽ നമുക്ക് ഇപ്പോൾ അടുത്തെത്തിക്കാൻ കഴിയുന്ന ഹോസ്പിറ്റലുകൾ എവിടെയൊക്കെയാണ്? കേശവപുരം ഹോസ്പിറ്റലിൽ അത് ലഭ്യമല്ലല്ലോ ഇപ്പോൾ? അല്ലല്ല, പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എത്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളിമാനൂരിൽ നിന്നാണെങ്കിൽ നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റൽ ഒന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജും ഒന്ന് ഗോകുലം മെഡിക്കൽ കോളേജുമാണ് അടുത്തുള്ളത്. ആൻറ്റിവനുള്ള ഈ 2 സ്ഥലത്താണ്. പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് വരാറുണ്ട്. പാമ്പ് കടിയേറ്റ് വരാറുണ്ട്, കേസ് ഒരുപാട് വരാറുണ്ട്. മരണപ്പെട്ടതായിട്ടുള്ള ഇല്ല. പാമ്പ് കടി എടുത്ത് ഒരുപാട് പേരെ കൊണ്ടുപോയിട്ടുണ്ട്. അത് കൂടുതലും വരുന്ന ഈ തൊഴിലുറപ്പ് സ്ഥലത്ത് നിന്നൊക്കെയാണ് കടിയേറ്റ് കൊണ്ടുപോകാറുണ്ട്. ഇനി നമുക്കറിയേണ്ട ഒരു കാര്യം താങ്കളുടെ കുടുംബത്തെക്കുറിച്ചാണ്. വൈഫ് സിനി കല്ലമ്പലം ചാത്തമ്പറ KTCT ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു മകളുണ്ട്, ഇതൾ ഉല്ലാസ് എന്നാണ് പേര്, 2 വയസ്സ് കഴിഞ്ഞ്. ഞാനൊരു കിളിമാനൂർക്കാരനാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ നഗരൂർ നെയ്ത്തിശാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം. നമ്മുടെ ആംബുലൻസിൻ്റെ പേര് തന്നെ നെയ്ത്തിശാല ബ്രദേഴ്സ് എന്നാണ്. അതുപോലെ നെയ്ത്തിശാല ബ്രദേഴ്സിൻ്റെ സപ്പോർട്ട് നമ്മളൊരു കുടുംബം പോലെയാണ്. നെയ്ത്തിശാല ബ്രദേഴ്സ് നമ്മളായിട്ടൊരു കുടുംബം പോലെ തന്നെയാണ്. അവരുടെ സപ്പോർട്ട് നല്ല രീതിക്കുണ്ട്. ഈ ഒരു ജീവനും കൊണ്ട് പായുമ്പോൾ ലക്ഷ്യത്തിലെത്തുന്ന മുമ്പേ പൊലിഞ്ഞു പോകുന്ന ചില ജീവനുകളുണ്ടല്ലോ, അത് അങ്ങ് എത്തിക്കാൻ പറ്റാത്ത ചില ജീവനുകളുണ്ടല്ലോ, അങ്ങനെയുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ്? അങ്ങനെയുള്ള അനുഭവങ്ങളെന്ന് പറയുമ്പം പിന്നെ നമ്മൾ മാക്സിമം, അതായത് ആ പേഷ്യൻ്റ് വണ്ടി കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വണ്ടി കയറ്റി കഴിഞ്ഞാൽ ഹോസ്പിറ്റലാണ് നമ്മുടെ ലക്ഷ്യം. അതുവരെ നമുക്ക് വേറൊരു ചിന്താഗതി നമുക്കില്ല. നമുക്ക് കൊണ്ടുപോകേണ്ട ഹോസ്പിറ്റൽ അത് മാത്രമാണ്. പിന്നെ അവിടെ എത്തും മുമ്പ് മരണപ്പെട്ടതും എത്തി കുറച്ച് കഴിഞ്ഞ് സമയമാകുമ്പോൾ മരണപ്പെടുന്ന കേസുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് വളരെയധികം വിഷമമുള്ള കാര്യമാണ്. അത് നമ്മളെ കൊണ്ട് പറ്റിയില്ല, നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് പോലും ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു വിഷമം നമുക്ക് കാണും. എനിക്കല്ല, നമ്മളെല്ലാ ആംബുലൻസ് സുഹൃത്തുക്കൾക്കും കാണും. ഉല്ലാസെ, നമ്മൾ വളരെ റിസ്ക് എടുത്ത് കൊണ്ടുപോകുന്ന ചില കേസുകൾ കാണുമല്ലോ. ചില കേസുകൾ ഒരുപാട് റിസ്ക് എടുത്തായിരിക്കും കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങളില്ലേ? റിസ്ക് എടുത്ത് കൊണ്ടുപോകുന്ന കേസുകൾ ഒരുപാട് വരാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് എന്ന് പറയുമ്പം ഒന്നാമത് ഈ പ്രഗ്നൻസി ആയിട്ടിരിക്കുന്ന ആൾക്കാർ പെയിനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അത്, പിന്നെ ഈ ആക്സിഡൻ്റായി നടു ഫ്രാക്ചറായി കൊണ്ടുപോകുന്നതൊക്കെ റിസ്ക് എന്ന് പറയുമ്പോൾ ആ കൊണ്ടുപോകുന്ന ആ വണ്ടിയുടെ ഒരു നമുക്ക് എമർജൻസി ആയിട്ട് അവരെ എത്തിക്കുകയും വേണം. അതായത് ഈ വണ്ടി കിടക്കുന്നവരെ അറിയുകയും ചെയ്യും ആ ഒരു റോഡിൻ്റെ കുഴികൾ അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെയാണ് പരിചയമില്ലാത്ത ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു എമർജൻസി പോവുകയാണ്, ലോങ് ആയിരിക്കും. പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ റോഡ് പരിചയം കാണത്തില്ല, റോഡിൽ ഓരോരോ ഹമ്പ് വെച്ചിരിക്കുന്നത്. പിന്നെ അപ്പോൾ അതൊക്കെ നമുക്കൊരു റിസ്ക് ആയിട്ട് തോന്നും, ആ റോഡ് പരിചയമില്ലാത്തത് കൊണ്ടും. പിന്നെ ഈ കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ ആ ഒരു അവസ്ഥയും
നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു എത്തിക്കുകയും വേണം അവിടെ. അപ്പോൾ അതൊക്കെ ഒരു റിസ്ക് ആയിട്ട് തന്നെയാണോ? നമ്മളൊരു പേഷ്യൻറ്റിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടല്ലോ. ഹോസ്പിറ്റലിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടല്ലോ, അങ്ങനെ ഉണ്ടോ? ഹോസ്പിറ്റലിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരു ആക്സിഡൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ നോക്കി നേരെ കൊണ്ടുപോകുന്ന മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്. അപ്പോൾ കൂടെ ബൈസ്റ്റാൻഡർ കാണത്തില്ല. ഈ പേഷ്യൻറ്റിന് ഡ്രൈവർ, ആംബുലൻസ് ഡ്രൈവർമാരോ ഞാനോ അല്ലെങ്കിൽ എൻ്റെ പോലെ പേരൻറ്റ് ആംബുലൻസ് ഡ്രൈവർമാരോ നമ്മളൊക്കെ ഇപ്പോൾ കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ട്രോളിയിലോട്ട്, മെഡിക്കൽ കോളേജിൻ്റെ ട്രോളിയിലോട്ട് പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നാമത്തെ കാര്യം അവിടെ ഒരു പാർക്കിംഗ് ഇല്ല മെഡിക്കൽ കോളേജെ സംബന്ധിച്ച്. കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിൽ ഒരു 6-7 വണ്ടികളുള്ള സ്ഥലമുണ്ട്. അവിടെ കണ്ടിന്യൂസ് ആംബുലൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന വണ്ടികളെല്ലാം കൂടെ ഉള്ള സ്ഥലം അവിടെ ഇല്ല. ബൈസ്റ്റാൻഡർ ഇല്ലാത്ത കേസായിരിക്കും കൊണ്ടുപോകുന്നത്. നമ്മൾ ട്രോളിയിൽ മാറ്റി വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി ഇടാനുള്ള സൗകര്യം അവിടെ ഉള്ളൂ. എന്നാൽ നമ്മൾ അകത്ത് ചെന്നിട്ട് വേണം ഈ പേഷ്യൻ്റെ കാര്യങ്ങൾ കൂടെ ആളായിട്ട് നിന്ന് ചെയ്യാൻ. ഇവരുടെ വീട്ടുകാർ വരുന്നത് വരെ, ഈ പേഷ്യൻറ്റിൻ്റെ വീട്ടുകാർ ഇവിടെ വരുന്നത് വരെ നമ്മൾ കൂടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴും ഇവിടെ നിന്ന് അനൗൺസ്മെൻറ്റിങ് വരും, വണ്ടി മാറ്റിയിട്ട് കൊടുക്കാം. വണ്ടി മാറ്റിയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1-1.5 കിലോമീറ്റർ പോകണം മെഡിക്കൽ കോളേജ്. അല്ലെങ്കിൽ നമ്മൾ വണ്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് വരുന്ന ഒരുപാട് സമയം എടുക്കും. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഏതൊരു ആംബുലൻസ് എടുക്കും അതറിയാം, അവിടുത്തെ ഒരു പാർക്കിംഗ് ഇല്ലാത്തതിൻ്റെ. ഈ കാഷ്വാലിറ്റിക്ക് അടുത്ത് തന്നെ എവിടെയെങ്കിലും ജസ്റ്റ് ഒരു പാർക്കിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ട് മാറി കിട്ടും ആംബുലൻസ് ഡ്രൈവർമാർക്ക്. ഇത് ഉല്ലാസ് എന്ന ഒരു ആംബുലൻസ് ഡ്രൈവർ മാത്രം. ഇതുപോലെ നിരവധി കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആംബുലൻസ് ഡ്രൈവർമാരുണ്ട്. നമ്മൾ സുഖമായി അന്തി ഉറങ്ങുമ്പോൾ അവർ പായുന്നുണ്ടാകാം ഒരു ജീവനും കൊണ്ട്. ഇനിയും നമുക്ക് പരിചയപ്പെടാം ഇതുപോലെ ആരോഗ്യമേഖലയിലുള്ള പല വ്യക്തിത്വങ്ങളെ. നമസ്കാരം.